പുത്തുമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിച്ച പുത്തകൊല്ലിയിൽ നിന്ന് ബിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ബിപിൻ സി വിജയൻ, ഗുഡ് മോർണിംഗ്. താങ്കൾക്ക് എന്താണ് ഈ 5 വർഷം തികയുന്ന വേളയിൽ പറയാനുള്ളത്? ഗുഡ് മോർണിംഗ് SKN. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ പുത്തുമലയിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് അവിടെ നിന്ന് 5 വർഷം മുൻപ് പുനരധിവസിപ്പിച്ച സ്ഥലത്താണ്. പുത്തൻകൊല്ലി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരുള്ളത്. ഇവിടുത്തെ 49 വീടുകളാണ് ഇവിടെ ഉള്ളത്. അർഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്ന് ഇവിടേക്ക് ആളുകളെ പുനരധിവസിപ്പിച്ചത്. പക്ഷേ അവർക്കൊന്നും ഇപ്പോൾ പറയാനുള്ളത് ഈ വീടുകൾക്കുള്ള ചോർച്ചയെ സംബന്ധിച്ചാണ്. കാരണം അന്ന് ഈ പുനരധിവസിപ്പിച്ച സമയത്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കാം എന്നൊക്കെ പറഞ്ഞുവെന്നുണ്ടെങ്കിലും വീടുകളിൽ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ അത് ചോരുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പലതവണ പരാതി പറഞ്ഞിട്ടും അതൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഫാറൂഖ് എന്ന ഒരാളുടെ വീടാണ്. അതിന് മുകളിൽ തന്നെ കാണാം, ആ മേൽക്കൂരയ്ക്ക് മുകളിൽ ടാർപ്പായയാണ് പല സ്ഥലങ്ങളിലും വെച്ചിരിക്കുന്നത്. ഈ ചോർച്ച കാരണമാണ്. പക്ഷേ ഇതിനൊന്നും തന്നെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. പല സ്ഥലങ്ങളിലും ഇതുപോലെ ടാർപ്പായയാണ് വെച്ചിരിക്കുന്നത്. മറ്റൊരു വീടിലേക്ക് നമുക്ക് കയറാം. 49 വീടുകളാണ് ഇതുപോലെ ഉണ്ടായിരുന്നത്. സർവ്വതും നഷ്ടപ്പെട്ട് 5 വർഷം മുൻപ് ഇവരെ പുനരധിവസിപ്പിച്ചത് ഈ സ്ഥലത്തായിരുന്നു. ഇപ്പോൾ നമ്മൾ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ഒരു പുനരധിവാസത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി തന്നെ നടക്കുന്ന ഘട്ടമാണ്. അതിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. അപ്പോൾ ഈ 5 വർഷം മുൻപ് ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയവർക്ക് അന്ന് നൽകിയ വീടുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കൂടി ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെടണം. ഇതിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് ഇനിയെങ്കിലും തിരുത്തപ്പെടുകയും ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ ചുമരിൻ്റെ ഭാഗം SKN നമുക്ക് കാണാം. അവിടെയൊക്കെ പല തവണ ചോർന്നുകൊണ്ട് നനഞ്ഞിരിക്കുകയാണ് ആ ഒരു ഭാഗം മുഴുവനായിട്ടും. ഒപ്പം തന്നെ ഈ വാതിൽ, ഇവിടെയുള്ള വാതിൽ, ഇതൊന്നും അടയാത്ത ഒരു പ്രശ്നം കൂടി ഈ വീട്ടുകാർ പറയുന്നുണ്ട്. ഈ വാതിൽ നമുക്കിതാ കാണാം, ഈ വാതിലുകളൊന്നും തന്നെ അടയുന്നില്ല. ഇത് 5 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രശ്നമല്ല. ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ചോർച്ചയും ഈ പ്രശ്നങ്ങളുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇവിടുത്തുകാർ പറയുന്നു. ഉമ്മ, ഈ ചോർച്ച ആദ്യം മുതലുണ്ടോ? ആദ്യം മുതലുണ്ട്. ഇവിടെ വന്ന് ഞങ്ങൾ മഴ പെയ്യാൻ തുടങ്ങി അന്ന് മുതലുണ്ട്. ഇന്നലെ ഫുള്ളായിട്ട് മഴ പെയ്താൽ ഒന്നായിട്ട് ഇങ്ങോട്ട് പെയ്യാണ്. ചുമരായാലും പിന്നെ നിലയായാലും ടൈലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കൊന്നും ഇറങ്ങി നടക്കാൻ വയ്യ. പിന്നെ അതേമാതിരി തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ബാലവാടിയില്ല, ഒരു ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് സജ്ജീകരണങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഇവിടുന്ന് എത്ര കിലോമീറ്ററാണ് പഞ്ചായത്തേക്ക്. ഒരു പ്രഷർ നോക്കണമെങ്കിൽ അവിടെ പോകണം. പെട്ടെന്ന് ഒരാൾ തലേറ്റി വീണാൽ അവിടെ അപ്പത്തിന് ആളുണ്ടാവില്ല. അത്ര വിഷമത്തിന് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. ഈ ചോർച്ചയൊക്കെ കുറേ ആയിട്ട് തന്നെ ചോർച്ച, നല്ല ചോർച്ചയാണ്. നല്ല ചോർച്ച. മഴ പെയ്യാണ്. മഴ പെയ്ത് ഞങ്ങൾക്ക് കറണ്ടില്ല. അപ്പോൾ വന്ന് ആളെ വിളിച്ച് വന്നിട്ട് ഒരു നോക്കിയാൽ പറയാം ചുമര് ഫുള്ളായിട്ട് നഞ്ഞ് കിടക്കുകയാണ്. വീടിന്റെ മുകളിലൊക്കെ ടാർപ്പായി ഫുള്ളായിട്ട് വെച്ചിരിക്കുന്നത്. ടാർപ്പായി വെച്ചാൽ നിൽക്കണില്ല, ഒക്കെ പറന്നു പോകും. ഇവിടെ ഭയങ്കര കാറ്റെടുക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ടാർപ്പായി എങ്ങനെ കെട്ടി വെച്ചാലും 2 ദിവസം കൊണ്ട് അത് പറന്നു പോവുകയാണ്. 1-2 വീടുകൾക്കേ ഉള്ളൂ അതോ മിക്ക വീടുകൾ? മൊത്തത്തിൽ ചോർച്ച ഉണ്ട്. അതിൽ കൂടുതൽ ചില വീടൊക്കെ ഉണ്ട്. ഞങ്ങളെ വീടൊക്കെ കൂടുതലുണ്ട്. എല്ലാ വീടിനും ചോർച്ചുണ്ട്. ഇതിൻ്റെ പണി തന്നെ ശരിയില്ലാത്ത പണിയാണ് ഇവരെടുത്തിക്കുന്നത്. ഈ ചെരുവ് എന്ന് പറഞ്ഞാൽ ശരിക്കും റോഡും കൂടി ഇറക്കിയെടുത്തിക്കണം. എത്ര തന്നെയാണ് ഇത്. എന്തെങ്കിലും ഒരു ദയവ് ചെയ്തിട്ട് ആരെങ്കിലും ഇതിൽ ഇടപെട്ടിട്ട് ഞങ്ങൾക്കിത് ചെയ്തു തരണം. അല്ലെങ്കിൽ ഞങ്ങൾ ചെറിയ മക്കളായിട്ട് നിൽക്കുന്ന മക്കളൊക്കെ എന്നിട്ട് ഇവിടുന്ന് പറഞ്ഞേച്ചിരിക്കുകയാണ്. ഓരോ ഭാര്യ വീട്ടിലേക്ക് പറഞ്ഞേച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ കുട്ടികൾ ടൈലുമ്പോൾ വെള്ളം വീണാൽ ഒരു വീഴുകയാണ്. പിന്നെ എന്ത് വിരിച്ചു കൊടുത്താലും തടഞ്ഞു വീഴുകയാണ്. ചെറിയ 2 വയസ്സ് 6 മാസമായ മക്കളൊക്കെ ഞങ്ങളോട് ഉള്ളത്. അതുകൊണ്ട് ബാലവാടി നിർബന്ധമാണ് ഞങ്ങൾക്ക്. ഇവിടെ ഒരുപാട് എല്ലാ വീട്ടിലുണ്ട്. താമസിക്കാൻ മഴ പെയ്തു കഴിഞ്ഞാൽ യോഗ്യമല്ലാത്തതിനാൽ ഇവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉമ്മ തന്നെ പറയുന്നത്. സർക്കാരും സന്നദ്ധ സംഘടനകളോടും ചേർന്നായിരുന്നു 2019 ഇവരുടെ പുനരധിവാസത്തിന് വേണ്ടി ഈ വീടുകളെല്ലാം തന്നെ നിർമ്മിച്ചു നൽകിയത്. അത് ഇങ്ങനെ ഇവിടെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ചോരുന്നുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നോ പരാതിയായിട്ട്? എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇന്ന് ഈ വർഷം 5 വർഷം ഞങ്ങൾക്ക് തികയുക. കാരണം ഞങ്ങൾ അവിടുന്ന് 17 പേരാണ് നഷ്ടപ്പെട്ടു പോയത്. അവർക്ക് അനുശോചനം അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ മുണ്ടക്കായി ഭാഗത്തുണ്ട്, അവർക്കും ഞങ്ങൾ ഈ പുത്തുമലൻ്റെ ഇതിൽ ഞാൻ അനുശോചനം അർപ്പിക്കുക. ഇതിലൊരു വിഷയം പറയാനുള്ളത്, ഞങ്ങൾക്ക് അതെ ഞങ്ങൾക്ക് പിന്നെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉരുൾപൊട്ടി വന്നതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ഒരുപാട് സന്നദ്ധ സംഘടനകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് മരി സാധനം മറ്റുള്ളൊക്കെ തന്നുകൊണ്ടിരുന്ന. അത് കഴിഞ്ഞാണ് നമുക്ക് ഈ ശ്രേയസുമാർ നല്ല ഭൂമി ഞങ്ങളിപ്പോൾ നോക്കിയാൽ കാണണം, നല്ല അടിപൊളി ഭൂമിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് പിന്നെ വന്ന് നോക്കി ഇവർ കുറേ സ്പോൺസർ
ഇതാ ഇത്തരത്തിൽ ഇവരുടെ ഒരു പ്രതിസന്ധിയാണ് പറയുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഇനി വരുന്ന പുനരധിവാസത്തിനെങ്കിലും ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് അതുപോലെ തന്നെ ഇവരുടെ പ്രയാസങ്ങൾ കൂടി തീർക്കണം എന്നുള്ളത് തന്നെയാണ് ഈ 2019 വീടെല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ പുനരധിവാസം ഉണ്ടായിരുന്നവർക്ക് പറയാനുള്ളത്. SK. ഓക്കെ, താങ്ക് യു. ബിപിൻ സി വിജയനാണ് നമുക്കൊപ്പം ചേർന്നത്. ഈ ദുരന്തബാധിതരെ, അതായത് പുത്തുമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിച്ച പുത്തൻകൊല്ലിയിൽ നിന്നാണ് ബിപിൻ നമുക്കൊപ്പം ചേർന്നത്. പുത്തുമല ദുരന്തമുണ്ടായിട്ട് ഇന്ന് 5 കൊല്ലം തികയുന്ന വേളയിലാണ് ഈ പുനരധിവാസത്തിന് സൗകര്യം കിട്ടിയ ആളുകളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ അവിടെ സന്ദർശിച്ചത്.